Good morning. Good morning, Good morning, ma'am. miss. Good morning. Good morning. Prayer ആരാ ചെയ്യുന്നേ? Prayer. ഞാൻ പാടാം മാം. Okay, Assalamualaikum. Okay. Start it. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. കഴിഞ്ഞോ? Assalamualaikum. Yes, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നേ? Abstraction of a curiosity വരെ. ഇനി പറയാനുള്ളത് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഇനി പറയാനുള്ളത് അതാണ് അല്ലെ? ഓക്കെ. വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. വായിച്ചോ നിങ്ങള്? വായിച്ചോ? വായിച്ചു. പക്ഷെ എന്തോ ഇതിന്റെ ലാംഗ്വേജ് അത്ര അങ്ങോട്ട് ക്ലിയർ ആവണില്ല. പിന്നെ മിസ് പറഞ്ഞല്ലോ, അപ്പൊ ഏകദേശം എന്തൊക്കെയാന്ന് ഒന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി മിസ്സും കൂടി ഒന്ന് വിശദീകരിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. അതായത് നമ്മൾ ഈ PDF നോക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആകണം എന്നില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഷോർട്ട് ആയിട്ട് എല്ലാത്തിന്റെയും കണ്ടന്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഈ PDF അങ്ങനെ തന്നെ പഠിച്ചിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? യെസ് മാം, അതൊക്കെ ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ PDF കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അത് അങ്ങനെ തന്നെ മൈൻഡിലേക്ക് കയറ്റണം എന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പോ ഇനി അടുത്തത് പറയാനുള്ളത് കാൽക്കുലേഷൻ, റെപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ ഓരോരോ കണക്ക് കൂട്ടലുകൾ നടത്തുന്നുണ്ട് അല്ലെ? ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മനുഷ്യനാകുമ്പോഴും അവന്റെ സ്വത്തിനെ കുറിച്ചും അവന്റെ ഗോൾഡ് അല്ലെങ്കിൽ അവന്റെ ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടമ്മമാരായാലും എന്താ തലേ ദിവസം തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടത്, ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ എന്താണ്? മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസിയാണ്. നമുക്കിതിനെ കുട്ടികളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യവും നമുക്ക് കുട്ടികളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പോകാം. ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അവരെന്തൊക്കെ കാര്യങ്ങളാണ് കണക്ക് കൂട്ടുക? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിൽ എന്താണ്? സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിൽ എന്തൊക്കെയാ ലീവ് എന്ന് നോക്കും. അതായത് ഒരു മാസത്തിൽ എന്നൊക്കെ ലീവ് വന്നു എന്നൊക്കെ. അതെ അതെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അല്ലെ? അവരുടെ കാൽക്കുലേഷൻ എപ്പോഴും അത് ഉണ്ടാവും. ആഘോഷങ്ങള്, പെരുന്നാള്, ക്രിസ്മസ്, ഓണം ആഘോഷങ്ങൾ. അതെ, അവർ കണക്ക് കൂട്ടി വെക്കും. ഇന്ന ദിവസം ലീവാണ്, അപ്പൊ ഇന്ന ദിവസം നമുക്ക് ഒരു ഗെയിം കളിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് പുറത്തു വിട്ട് കളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യാം എന്നൊക്കെ എന്താണ് കണക്ക് കൂട്ടി വെക്കും. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ശരിയാണ്, കുട്ടികളിലെ കാൽക്കുലേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഹോളിഡേസ് എന്ന് പറയുന്നത്. അവർക്ക് ലീവ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുന്ന പിള്ളേരുണ്ടാവും. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എന്താ? പിന്നെ ആഘോഷങ്ങള്, ഓരോരോ ആഘോഷങ്ങള്, ബർത്ത്ഡേ, ക്രിസ്മസ്, ഓണം, പെരുന്നാൾ അങ്ങനെയൊക്കെ. അതെ അതെ, ഓരോരോ ആഘോഷങ്ങൾ, ഓരോരോ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, ഒരു ടെൻഡൻസിയാണ് അവരുടെ ബർത്ത്ഡേസ് അല്ലെ? അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഡേ എന്ന് പറയുന്നത് അവരുടെ ബർത്ത്ഡേ ആണ്. അതെന്നാണെന്ന് കലണ്ടറിൽ നോക്കി വെക്കും. ചെയ്യാറുണ്ടോ നിങ്ങളുടെ പിള്ളേര്?
അത് ചെയ്യാറില്ലേ? കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ടോ? ഞങ്ങൾ ചെയ്യാൻ ക്ലിയറായി പറയണോ? ഓക്കെ, അപ്പൊ അവർക്ക് ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഡേ എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. അപ്പോ ആ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു സമയം എന്നാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്നാണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ആ ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് സെലിബ്രേഷൻസ്, എന്തൊക്കെയാണ് കേക്ക് വാങ്ങിക്കുന്നത്, എന്താണ് ഡ്രസ്സ് വാങ്ങിക്കുന്നത്, എന്താണ് അമ്മേഷൻ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്, അങ്ങനെ ഒരു ഓവറോൾ കാൽക്കുലേഷൻ അവർക്ക് ഉണ്ടാകും. ഓക്കെ, പിന്നെന്താ വരിക കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട്? മാം പിറ്റത്തെ ദിവസം സ്കൂളിൽ എന്തോ സ്നാക്സ് ടിഫിൻ കൊണ്ടുപോണേന്ന് നേരത്തെ പറഞ്ഞേൽപ്പിക്കും. ആ അതെ, തലേ ദിവസം തന്നെ പറയാം, അമ്മ എനിക്ക് ഇന്ന സ്നാക്സ് വേണോട്ടോ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫ്രൂട്ട് വേണോട്ടോ കൊണ്ടുപോകാനായിട്ട് എന്ന് തലേ ദിവസം തന്നെ പറയും. അത് സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സില് ഏതെങ്കിലും ഒരു കുട്ടി ചിലപ്പോ അതായത് കുട്ടി പറയുന്ന ആ സംഭവം തന്നെ അന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ അവരുടെ കണ്ടിട്ട് എന്ത് പറയും, വീട്ടിൽ വന്ന് പറയും എനിക്ക് ഇന്നത് വേണോട്ടോ, നാളെ എനിക്ക് ഇന്നത് മതി, വേറെ ഒന്നും വേണ്ട, അത് മാത്രം ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഈ എക്സ്കർഷനൊക്കെ പോവില്ലേ സ്കൂളിന്ന്, അന്നേരം എനിക്കും അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാകും. അപ്പൊ ഈ ഫ്രണ്ട്സും ഞാനും ഒരുമിച്ച് പോകണം എന്ന് പിള്ളേർ ഒരു കാൽക്കുലേഷൻ നടത്തും. അതുപോലെ തന്നെ വെക്കേഷൻ ടൈമില് ഫാമിലി ആയിട്ട് ടൂറ് പോകണമെന്ന് കുട്ടികളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകും. അതെ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ടൂർ പോകുന്ന സമയത്തും അതുപോലെ തന്നെ അതായത് കൂട്ടുകാരെ ഒന്നിച്ച് പോകാനും ഫാമിലി ആയിട്ട് പോകാനും ഒക്കെ എന്താണ് കുട്ടികൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? കുറെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ ആനുവൽ ഡേ സെലിബ്രേഷന് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതെ, ആനുവൽ ഡേ സെലിബ്രേഷൻ എന്നാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ? അവരുടെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവരുടെ പ്രോഗ്രാംസ് അന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അമ്മയ്ക്ക് അച്ഛനൊക്കെ കാണാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പെർഫോമൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അന്നാണ് ആ ദിവസം അല്ലെങ്കിൽ അന്ന് അടിച്ചു പൊളിക്കാമെന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ചില കുട്ടികൾ എക്സാം എന്നാന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇനി ഇത്രയും ദിവസമുള്ള എക്സാമിന് അതിനെങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അതെ അതെ, നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ചില നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? ചില റയറായിട്ടാണ് നമ്മൾ കാണുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും കൂടിയും ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് മുമ്പേ തന്നെ കുറച്ച് ദിവസം മുന്നേ കൂട്ടി തന്നെ ആ ഒരു ടൈം ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുകയോ ഒക്കെ ചെയ്തു വരാറുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ മാം എന്റെ കുട്ടിയുടെ ക്ലാസ്സില് ഡെയിലി എന്നിട്ടാ ലീഡേഴ്സിന് തിരഞ്ഞെടുക്കണത്. അപ്പൊ അറ്റൻഡൻസ് ബേസ് ആണ് വന്നത്. അപ്പൊ പറയും നാളെ എന്റെ നമ്പറാണ് കേട്ടോ മിച്ചി, നാളെ ഞാനാട്ടോ ലീഡർ എന്ന് പറയലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഒക്കെ നടക്കാറുണ്ട് അല്ലെ? പിന്നെ അപ്പോ നമുക്ക് അത്രയും മതി കാൽക്കുലേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. കുട്ടികളുടെ ബേസിലാണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ. ദെൻ അടുത്തത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിക്കുക അല്ലെങ്കിൽ ആവർത്തനം എന്നാ പറയുന്നത് അല്ലെ? അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ കാര്യങ്ങളാണ് അവർ വീണ്ടും വീണ്ടും ചെയ്യുന്നത്? കുട്ടികളുടെ കേസിലാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്? വീടുകളിലും അതുപോലെ സ്കൂളുകളിലും ഒക്കെ ആണെങ്കിൽ ഈ ഗെയിം ഒക്കെ കളിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് വീണ്ടും വീണ്ടും ചെയ്യാറുണ്ട്. ഗെയിം കളിക്കുന്നത് അതാണോ പറഞ്ഞേ? അതെ അതെ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കളിക്കുമ്പോ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും കളിക്കും. ഇപ്പൊ അമ്മമാരുടെ കൂടെ ആണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇരുന്നാൽ പോലെ അവർക്ക് അത് ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമുക്ക് ബോറടിച്ചാലും അവർക്കത് ബോറടിക്കത്തില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെ കളികളാണ് കുട്ടികൾ കളിക്കുക? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചില കുട്ടികൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പാട്ടൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കും. എത്രയൊക്കെ കേട്ടാലും അവർക്ക് അത് മടുക്കില്ല അല്ലെ? പിന്നെ പിന്നെന്താണ്? ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ. ഞാൻ ഈ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞപ്പോ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്. അതായത് ഈ കാൽക്കുലേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക്
യുക്തിപരമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവും കേട്ടോ. കാൽക്കുലേഷന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാൽക്കുലേറ്റ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ അവര് യുക്തിപരമായിട്ട് ചിന്തിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓരോ കാര്യങ്ങൾ എണ്ണി എടുക്കുന്നത് കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ സൈസ് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ കളർ മനസ്സിലാക്കുന്നു, ഷേപ്പ് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് അതായത് ആ കളറിനും ഷേപ്പിനും അതുപോലെ തന്നെ സൈസിനനുസരിച്ചിട്ട് സാധനങ്ങൾ വേർതിരിക്കുന്നു. അതുപോലെ ടൈം മനസ്സിലാക്കുന്നു, ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അവർ കൗണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സൈസ്, കളറ്, ഷേപ്പ് എന്നിവയനുസരിച്ച് സാധനങ്ങളെ തരംതിരിക്കുന്നത്, അതുപോലെ തന്നെ ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ വെയിറ്റ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ കാൽക്കുലേഷന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ നമ്മൾ റെപ്പിറ്റേഷൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ആവർത്തിച്ചത്. ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വിചാരിക്കാം. അത് അവര് വീണ്ടും വീണ്ടും ചോദിക്കില്ല, നമ്മളോട് റിപ്പീറ്റ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഒരു മിഠായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അത് വീണ്ടും വീണ്ടും ചോദിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? റിപ്പീറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്തതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ കാര്യമാണ്, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്. ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ കൂടുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ വലിയവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അല്ലെ? അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ കേസിലാവുമ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കും. ഇപ്പൊ നമ്മളിനി നമ്മുടെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മളിനി പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകും, അല്ലെ? അപ്പോ നമ്മൾ ധാരാളം അപ്പാരറ്റസ് പരിചയപ്പെടും. കുട്ടികൾക്ക് കൊടുക്കുന്ന അപ്പാരറ്റസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പല ബെനിഫിറ്റ്സും ഉണ്ട്. അതിലൊന്നാണ് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ബീറ്റ് സ്റ്റെയർ കൊടുത്തു എന്ന് വിചാരിക്കാം. ബീറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുവെച്ച് നമ്മൾ എന്താ പറയുക, പിരമിഡ് പോലെ, അതായത് മുകളിലേക്ക് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പഠിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ബീറ്റ് സ്റ്റെയർ കൊടുക്കുന്നത്. അത് പഠിക്കുമ്പോൾ കുട്ടി ആ ബീഡ് എടുത്തിട്ട് കറക്റ്റ് എവിടെയാണോ അതിന്റെ ലെവല് വരുന്നത്, എവിടെയാണോ അതിന്റെ ആ ഒരു സൈസ് വരുന്നത്, അവിടെ എന്ത് ചെയ്യും? കുട്ടി ആ ബീഡ് ഫിറ്റ് ചെയ്യും. ആ ഫിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കുട്ടി വളരെ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യാണ്? അത് ഫിറ്റ് ചെയ്യാണ്. അവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ ബീഡിലും സ്റ്റെയറിലും മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കുട്ടി ജഗ്ഗിൽ നിന്ന് വെള്ളം pour ചെയ്യാണ്, അല്ലെങ്കിൽ വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തുവാണ്. അങ്ങനെ പകർത്തുമ്പോൾ ആ കുട്ടിയുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതായത് ആ കുട്ടിയുടെ കണ്ണും അതുപോലെ കൈയും എപ്പോഴും, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ബ്രെയിൻ അല്ലെങ്കിൽ മനസ്സും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങോട്ടാണ്? ആ വെള്ളത്തിലേക്കും ജഗ്ഗിലേക്കും ഗ്ലാസ്സിലേക്കും മാത്രമായിരിക്കും. ചുറ്റുപാടുകളൊന്നും എന്ത് ചെയ്യില്ല, ആ കുട്ടിയെ ബാധിക്കില്ല. അതിനെ എന്ത് പറയാം? നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു കാര്യം, ഒരു ജോലി നമ്മൾ ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുവാണെങ്കിലോ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. കുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് കോൺസെൻട്രേഷൻ കാണാനായിട്ട് സാധിക്കും? എന്തൊക്കെ കാര്യങ്ങളിൽ കാണാം? പഠിക്കുന്ന കാര്യങ്ങളിലുണ്ടോ? കോൺസെൻട്രേഷൻ ഉണ്ടോ കുട്ടികൾക്ക്? സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ടെക്സ്റ്റ് നോട്ടൊക്കെ ടൈം ടേബിളും ഒക്കെ എടുത്തു വെക്കലുണ്ട്. അത് ഒരു കോൺസെൻട്രേഷന്റെ ഭാഗമായിട്ട്. അതെ അതെ, ഓക്കെ. പിന്നെ മാം, കുട്ടികൾ കളറിങ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ? കളറിങ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്, ശരിയാണ്. എന്തെങ്കിലും പടങ്ങളൊക്കെ വരയ്ക്കുമ്പോഴോ ഈ കളറിങ് ചെയ്യുമ്പോഴോ ഒക്കെ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവര് എന്ത് കാര്യം പറഞ്ഞാലും കുട്ടികൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കും. നമ്മൾ പോലും മറന്നാലും ചിലപ്പോൾ അത് മറക്കൂല. അവര് പിന്നീട് ആ കാര്യം തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനും നമ്മൾ അനുകരിക്കാനൊക്കെ അവർ പിന്നീട് അത് നോക്കും. ശരിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാർട്ടൂൺ കാണുമ്പോൾ ചില കുഞ്ഞി പിള്ളേര് ഉറുമ്പൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് പോണാണുമ്പോ അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും.
എതിരെ പോണേ, എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ പോണേ, അങ്ങനെയൊക്കെ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നതാണ് അറിഞ്ഞത്. അതെ. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസ്, ഗെയിംസ്, ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പിള്ളേരുണ്ട്. അതായത് ചുറ്റുഭാഗത്ത് എന്ത് നടക്കണോ അതൊന്നും അവരുടെ ബാധകമല്ല. ഈ ഒരു സംഗതിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരിയ്ക്കും. ചിലപ്പോ നമ്മളിപ്പോ അത് ഓഫാക്കും എങ്ങാനും ചെയ്താൽ അത് ഇമിറ്റേറ്റ് ചെയ്യണതും കാണാം ചില പിള്ളേരില്. ഓക്കെ, അങ്ങനെ കാണാം അല്ലെ. ഓക്കെ, അപ്പോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആണ്. അതായത് സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ സ്വയം എന്താണ്, കുട്ടികള് നിയന്ത്രണ വിധേയനാകാറുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ അവര് ചില നിയമങ്ങൾ പാലിക്കുന്നു. ഇപ്പൊ സ്കൂളിന്റേതായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ കുട്ടി അത് പാലിക്കാനായിട്ട് നിർബന്ധിതനാണ്. അല്ലെങ്കിൽ ഇപ്പോ നമ്മളെ വീട്ടിലെ പോലെ എന്താ പറയാ ഓടിക്കളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഉച്ചത്തിലൊക്കെ സംസാരിക്കാനോ ഒന്നും സ്കൂളുകളിലൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പോ അതിന് അവർക്ക് ഒരു ബ്രേക്ക് ടൈം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ഓടിക്കളിക്കാം, ഉച്ചത്തിൽ സംസാരിക്കാം, അങ്ങനെ പലതും ചെയ്യാം. ക്ലാസ് ടൈമിലായാല് കുട്ടി എന്ത് ചെയ്തിരിക്കണം, നിശബ്ദനായിട്ട് ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കണം അല്ലെ, അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നാ പറയാ. അപ്പോ ഇതൊക്കെ ചെയ്യാനായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, അതായത് കുട്ടിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ പല പല തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തികളെ, പല ആളുകളെയൊക്കെ സഹായിക്കാനും ഒക്കെ എന്താവശ്യമാണ്, സെൽഫ് കൺട്രോള് ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ നിയമങ്ങൾ പാലിക്കാൻ, ലോസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികൾ പാലിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ, അതുപോലെ മറ്റു പേഴ്സൺസിനെ സഹായിക്കാനൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് ഈ ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ചില കളികൾ കളിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട് ചില കളികളിൽ അല്ലെ. കുട്ടികൾ തമ്മിൽ പല ഗെയിംസും കളിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പാലിക്കണം എന്നുള്ളൊരു തീരുമാനം കുട്ടി എടുക്കുന്നുണ്ട്. ഇപ്പോ സാറ്റ് കളിക്കുകയാണ് കുട്ടികൾ, കുറച്ച് കുട്ടികൾ തമ്മിൽ സാറ്റ് കളിക്കുകയാണ്. സാറ്റ് കളിയില് കുട്ടിക്കറിയാം ആ സാറ്റ് കളി എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതിന്റെ നിയമം തെറ്റിക്കാൻ പാടില്ല എന്ന് കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അതായത് ആ സാറ്റ് കളിക്കുമ്പോൾ ഒരാള് കൗണ്ട് ചെയ്യുന്നു, മറ്റൊരാൾ പോയി ഒളിക്കുന്നു. ആ എണ്ണുന്ന ആള് ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ആ ആളാണ് പിന്നീട് കൗണ്ട് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ആ കാര്യങ്ങൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യാനായിട്ട് കുട്ടി എന്താ പറയാ വിധേയനാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊക്കെ സെൽഫ് കൺട്രോളിന്റെ ഭാഗമായിട്ട്, നിയമങ്ങളൊക്കെ കുട്ടി പാലിക്കുന്നത് സെൽഫ് കൺട്രോളിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ പാരന്റ്സുമായിട്ടും അതുപോലെ ഫാമിലിയുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ മാന്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ബേസിലാണ്, സെൽഫ് കൺട്രോളിന്റെ ബേസിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ സെൽഫ് കൺട്രോളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, കുട്ടി റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നിയമങ്ങൾ പാലിക്കുന്നു, അതുപോലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യാനും കുട്ടി പഠിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം സെൽഫ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാ ഒരു ടെൻഡൻസികൾ ഒന്ന് പറയാമോ? സെൽഫ് കൺട്രോൾ എന്തെങ്കിലും ഇൻസിഡന്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സെൽഫ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ട്. മിസ് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു, ശരണ്യ പറഞ്ഞോളൂ. മിസ് എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ 2 പെൺകുട്ടികളാണ്. അപ്പൊ ചെറിയ ആള് ഭയങ്കര വികൃതിയാ. മൂത്ത ആളെ വെറുതെ അടിക്കും. അപ്പൊ മൂത്ത ആൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആരും ഇല്ലെങ്കിൽ അവളൊന്ന് കൊടുക്കും. പക്ഷെ ഞാനോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവള് കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കുള്ളൂ. കൈ പോകും അവളുടെ പിടിക്കാനായിട്ട്, പക്ഷെ അത് അവള് കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
മാം പറയട്ടെ. മാം എന്റെ മോൻ എനിക്ക് മോനുണ്ട്, അവന് 4 വയസ്സാണ്. അപ്പൊ അവന് വെള്ളത്തിലും മണ്ണിലൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടാ. എപ്പൊ പുറത്തിറങ്ങിയാലും വെള്ളവും മണ്ണൊക്കെ എടുത്ത് കളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാൻ റെഡിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ച് നിർത്തി ഇറക്കിയാലും ആള് ഇറങ്ങൂല. പിന്നെ മണ്ണിൽ കളിക്കില്ല, വെള്ളമൊന്നും എടുക്കൂല. അവനറിയാം പുതിയ ഡ്രസ്സാ, കേടാവും, ഞാനിപ്പോ ഇറങ്ങരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൻ അങ്ങനെ ഇറങ്ങാറില്ല മണ്ണിലൊക്കെ. അങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലേ? Then അടുത്ത എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇല്ല. അപ്പൊ സെൽഫ് കൺട്രോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി. എല്ലാ മനുഷ്യരും ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്നുണ്ട്, മുതിർന്ന ആളുകളായാലും ഓഫീസ്, എല്ലാരും എന്താണ്? ജോലിയിൽ പെടുന്നതാണ്. ഓഫീസ് വർക്കുകളും വീട്ടിലെ ജോലികളൊക്കെ ജോലിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് കുട്ടികളുടെ ജോലി, അവര് ചെയ്യുന്ന ജോലി എന്താണെന്ന് നോക്കാം. അവര് ചെറിയ ക്ലാസ്സിൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടികള്, അതുപോലെ തന്നെ 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികള്, 12 തുടങ്ങി 18 വയസ്സുള്ള കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അവര് ചില ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പോ 0 to 6 years 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതൊരു ജോലിയായിട്ടാണ് കാണുന്നത് കേട്ടോ. പോറിംഗ് ആക്ടിവിറ്റി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒഴിക്കുക, അതായത് വാട്ടർ പോറിംഗ്, വെള്ളം ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, അതൊരു ജോലിയായിട്ടാണ് വരുന്നത് അവിടെ. അല്ലെങ്കിൽ ആക്ടിവിറ്റിനെ നമ്മളൊരു ജോലിയായിട്ടാണ് കാണുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ അവനെ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു എന്ന രീതിയിലാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. ദെൻ ക്ലീനിങ്, ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ചെയ്യാം. സ്വീപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ, ക്ലാസ് റൂം അടിച്ചു വാരുന്നതൊക്കെ എന്താണ്? ക്ലീനിങ്ങിൽ പെടുന്നതാണ്. ദെൻ ബട്ടണിങ് ഫ്രെയിം. ബട്ടണിങ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ പഠിക്കാനുള്ളതാണ്. നമുക്ക് 4 ബട്ടണിങ് ഫ്രെയിം, 5 ബട്ടണിങ് ഫ്രെയിംസ് ആണുള്ളത്. ഒന്ന് ഓപ്പൺ ബട്ടൺ ഫ്രെയിം ഉണ്ട്, പിന്നെ 2 ലേസ് ഫ്രെയിം ഉണ്ട്, വെൽക്രോ ഉണ്ട്, അതുപോലെ ലേസ് ഫ്രെയിം ഉണ്ട്, അങ്ങനെ കുറച്ച്, അതുപോലെ സിബ് ഫ്രെയിം ഉണ്ട്, അങ്ങനെ കുറച്ച് ബട്ടണിങ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോ ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ സിബ് ഫ്രെയിം എന്ന് പറഞ്ഞാല് സിബ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ബാഗിലൊക്കെ എന്ന് പറഞ്ഞാൽ സിബ് ആണല്ലോ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ശക്തിയിൽ എന്ത് ചെയ്യും? വലിച്ച് ഓപ്പൺ ചെയ്യും. അപ്പൊ ചിലപ്പോൾ സിബ് പൊട്ടിപ്പോവാനുള്ള സാധ്യത, ചാൻസ് കൂടുതലാണ്. അപ്പോ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ജോലി അവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാറുണ്ട്? സിബ് ഫ്രെയിം കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ ബെൽറ്റ് ഫ്രെയിം. ബെൽറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാല് ബാഗിന്റെ ഒക്കെ ബെൽറ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബെൽറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ വെൽക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഡ്രസ്സിലൊക്കെ ഈ പശ പോലുള്ള ഒരു സംഭവം ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ എല്ലാ ഡ്രസ്സുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ശബ്ദം കേൾക്കും തുറക്കുമ്പോ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? ചില ബാഗുകളും ഉണ്ടാവില്ലേ മാം? ബാഗിൽ സ്കൂൾ ഷൂവിലൊക്കെ ഉണ്ടാവില്ലേ മാം? ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വെൽക്രോ എന്ന് പറഞ്ഞാൽ അതാണ്. അതെങ്ങനെ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് വെൽക്രോ ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെയാണ് ലേസ് ഫ്രെയിം. ലേസ് ഫ്രെയിം എന്ന് പറഞ്ഞാല് കുട്ടികളെ എങ്ങനെ ഷൂ ലേസ് കെട്ടാൻ പഠിപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് രൂപകൽപ്പന ചെയ്ത് കുട്ടികളെ കൊണ്ട് അത് പഠിപ്പിക്കുന്നതാണ് എന്ത്? ലേസ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് പിന്നെ ലാസ്റ്റ് ഓപ്പൺ ബട്ടൺ ഫ്രെയിം, അതായത് ബട്ടൺസ് എങ്ങനെ, ഇപ്പൊ ഷർട്ടിനായാലും അതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത്സിനൊക്കെ എങ്ങനെയാണ് ബട്ടൺ ശരിക്കും നമ്മൾ ഇടേണ്ടത്, വസ്ത്രങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ബട്ടൺ ശരിക്കും നമ്മൾ ഇടേണ്ടത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമാണ് ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കുകയും ആ ജോലി എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് വർക്കുമായി ബന്ധപ്പെട്ട്. ദെൻ 6 തുടങ്ങി 12 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർ കുറച്ചുകൂടി മുതിർന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അക്കാദമിക് വർക്ക് കൊടുക്കാം. കുറെ കാര്യങ്ങൾ അവർക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വർക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോ ഒരു ഹോംവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇമ്പോസിഷൻ എഴുതി കൊണ്ടുവരാനായിട്ട് പറയുന്നു. ഇതൊക്കെ എന്താണ്? അക്കാദമിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അതുപോലെ തന്നെ സയൻസ് ഒരു പ്രൊജക്ട് വർക്ക് കൊടുക്കുവാണ്. അതുപോലെ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻവെൻഷൻ, എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ അവര് കണ്ടുപിടിക്കുന്നു. അതൊക്കെ എന്താണ്? വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അക്കാദമിക് വർക്ക്, സയന്റിഫിക് വർക്ക്, പ്രൊജക്ട് എന്നീ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ 12 തുടങ്ങി 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വർക്കാണ് കൊടുക്കുക. അതായത് സർവേ നടത്താനൊക്കെ പറയും. ഗ്രൂപ്പായിട്ട് ഒരു കാര്യത്തിൽ സർവേ നടത്താനോ അല്ലെങ്കിൽ പ്രൊജക്ട് വർക്കുകൾ കൂട്ടമായിട്ട് ചെയ്യാനോ ഒക്കെ പറയുന്നതാണ് ഈ ഒരു 12 തുടങ്ങി 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഓക്കെ. അപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമുകളിലെ കുട്ടികൾക്ക് അവരുടെ ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കമ്പൽ ചെയ്യുന്നില്ല നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണം അല്ലെങ്കിൽ നീ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ കമ്പൽ ചെയ്യുന്നില്ല. പകരം അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, അവർക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. മെറ്റീരിയൽസ് ഒക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടാണ് മെറ്റീരിയൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ അത്രയുമാണ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ഒരു കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക്, അതിനേക്കാളും മുതിർന്ന കുട്ടികൾക്ക്, നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും വർക്കൊക്കെ കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങള്? ജോലി എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇല്ല. യെസ് മാം. ബോട്ടിലൊക്കെ വെള്ളം നിറയ്ക്കാനൊക്കെ. ബോട്ടില് വെള്ളം നിറയ്ക്കാൻ, അതൊരു വർക്കായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം. പിന്നെ അവരുടെ മറ്റേ ബെൽറ്റ് ഉള്ള ചെരുപ്പില്ലേ, അതൊക്കെ തനിയെ പൂട്ടാനൊക്കെ പറയാറുണ്ട്. ഗാർഡനിങ് നനയ്ക്കാനൊക്കെ പറയാറുണ്ട്. ക്ലീനിങ്. എന്താ? എന്റെ ആന്റിക്ക് 2 പിള്ളേരാ. മൂത്ത ആള് KG പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സാവുന്നുള്ളൂ, 1.5 വയസ്സ്. അപ്പൊ ആന്റി എന്ത് പണി ചെയ്യാണ്, ഇപ്പൊ നിസ്സാരം പെര തുടയ്ക്കുവാണെങ്കിലും രണ്ടുപേരും ഓരോ തുണിയായിട്ട് വരും. എന്നിട്ട് ആന്റി തുടക്കണതിന്റെ ഓപ്പോസിറ്റ് പോയി നിന്നിട്ട് അവർ ആ തുണി ഇട്ടിട്ട് തൂക്കല് തുടങ്ങും. ഇപ്പൊ ചെടി നനയ്ക്കുവാണെങ്കിൽ ആ ഒപ്പം ഓസ അവർക്കാണ്, അതിനു വേണ്ടി തല്ലായിരിക്കും അവിടെ. ഞാൻ നനയ്ക്കാന്നും പറഞ്ഞ്. പിന്നെ കഴിഞ്ഞ വെച്ച് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആന്റിക്ക് വയറുവേദന, പീരീഡ്സ് ആയിട്ടിരിക്കും. അപ്പൊ എന്ത് പണി ചെയ്താലും അപ്പൊ തീർത്ത് വെക്കുന്ന ഇത്. അപ്പൊ ഈ പാത്രം കഴുകുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുത്തിട്ട് അപ്പൊ തന്നെ പാത്രമൊക്കെ കഴുകി വെക്കും. അപ്പൊ ആ കൊച്ചു കണ്ടു വളർന്നേക്കണം അങ്ങനെയാ. അപ്പൊ അന്ന് മാത്രം ആന്റി ഇങ്ങനെ പാത്രം കഴുകാതിരിക്കും, വേദന അറിഞ്ഞിച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഓർത്ത്. അപ്പൊ KG പഠിക്കുന്ന മോള് വന്നിട്ട് സ്റ്റൂളിട്ട് പാത്രം കഴുകണേന്റെ അവിടെ കയറി നിന്നിട്ട് ആ പാത്രമൊക്കെ കഴുകി വെക്കുക. ഞാൻ കയറി ചെന്നപ്പോ കാണുന്ന കാഴ്ചതാ. അപ്പൊ ആ കൊച്ചിന് ഒരു മനസ്സവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഉമ്മയുടെ വേദന കൊച്ചു അറിയുന്നുണ്ട്. അതുപോലെ ഞാൻ എന്റെ മോനിക്ക്, എനിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ എന്റെ മോന് ഇതുപോലെ വളരെ ഒരു 4-5 വയസ്സാകുമ്പോൾ അവന് കൂടുതൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ, നമ്മുടെ ഒപ്പൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ക്ലീനിങ്, നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കും. അപ്പൊ അവന് അത് വലുതായിരിക്കും ബെഡ്ഷീറ്റ് ഒക്കെ, എങ്കിലും അവൻ മാക്സിമം അതിനെയൊക്കെ ഓരോ തട്ടത്ത് പിടിച്ച് വൃത്തിയൊക്കെ ക്ലീൻ ചെയ്തിടാറുണ്ട്. അതുപോലെ അവന്റെ ഡ്രസ്സ് നമ്മള് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നമ്മൾ അയല് ഇട്ട് കഴിഞ്ഞാൽ അവനെ എത്തില്ലല്ലോ. അപ്പൊ അവന് കോലും കൊണ്ട് അവന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തള്ളിയിടും അവിടുന്ന് അയലിന്ന് ഉണങ്ങിക്കഴിഞ്ഞാല്. എന്നിട്ട് അതൊക്കെ കൊണ്ട് നീറ്റായി മടക്കി വെക്കും. അവന്റെ കുഞ്ഞതാണല്ലോ, അവന് മടക്കാൻ പറ്റുന്നതാണല്ലോ. അവൻ അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്, പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ പറഞ്ഞാല് ഭയങ്കര പിന്നോക്കാണ്. പഠിക്കാൻ അവന് ഏറ്റവും ഇഷ്ടം. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏറ്റവും പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തു തരാന്ന് പറയും. വർക്ക് ചെയ്യാനാണ് കൂടുതൽ അവന് താല്പര്യം. പഠിക്കും എങ്കിലും അതിനേക്കാളും അവർക്ക് ഇഷ്ടം ഇങ്ങനെ വർക്ക് ചെയ്യാനാണ്. അപ്പൊ ക്ലീൻ ചെയ്യാറുണ്ട്, പാത്രങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട്. അവന് എത്തില്ല എങ്കിലും സ്റ്റൂള് കയറി ഇട്ടിട്ട് അതിൽ കയറി നിന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ, ക്ലീൻ ചെയ്യാനും. അപ്പൊ പറമ്പിൽ തേങ്ങ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കിയിടാനും ഇതൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. അടുത്തത് പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്നും തമ്പിയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പ്രധാനമായിട്ടും ടെൻഡൻസീസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെ ടെൻഡൻസികളാണ് വരുന്നത്, എന്തൊക്കെ
ബേസിലാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പെർഫെക്ഷൻ. എന്താണ് പെർഫെക്ഷൻ? എന്താണ് ക്ലാസ്സിൽ പറഞ്ഞത്? പെർഫെക്ഷൻ എന്താണ്? ടെൻഡൻസി ആണ്, ഒരു ടെൻഡൻസി ആണ്. ചെയ്യുമ്പോ അത് കൃത്യമായിട്ട് ചെയ്യുന്നതാണോ? അതായത് ഒരു കാര്യം പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മേക്കപ്പ് ഇടാണെന്ന് വിചാരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഫേസ് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണെഴുതുവാണ്, ഇയർ ഉപയോഗിച്ച് കണ്ണെഴുതുവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് വിചാരിച്ചത്ര ഭംഗി ആ കണ്ണുകൾക്ക് വന്നില്ല, നമ്മൾ എന്താ ചെയ്യാ? വീണ്ടും എഴുതും, പിന്നെ എന്തെങ്കിലും എന്താ പറയാ പാടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റും, വീണ്ടും വന്ന് മാറ്റി കളഞ്ഞിട്ട് വീണ്ടും എഴുതി നോക്കും. അങ്ങനെ നമ്മൾ ആ ഒരു കണ്ണ് നല്ല ഭംഗിയാകുന്നത് വരെ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? ദാറ്റ് മീൻസ് പെർഫെക്ഷൻ. ഒരു കാര്യം
കംപ്ലീറ്റ് ആകുന്നത് വരെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് നമ്മൾ തയ്പ്പിക്കുമ്പോൾ അത് എത്ര പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത് എന്ന് പറയാറുണ്ട്, അത് ഇങ്ങനെ വേണം, കഴുത്ത് വൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സിന് ഇത്ര ഇറക്കം വേണം, കൈ ഇത്ര വേണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെക്കുന്ന മെറ്റീരിയൽ ഇങ്ങനെ ആയിരിക്കണം. അത് ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ അത് ഇടുമ്പോൾ എത്രമാത്രം പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഡ്രസ് നമ്മൾ മേടിച്ചു, നമ്മൾ ഇട്ട് നോക്കി, നമ്മൾക്ക് കംഫർട്ട് വരുന്നില്ല, പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല, നമ്മൾ ഉള്ളിലെങ്കിലും അവരെ കുറ്റപ്പെടുത്തില്ലേ, അവരെന്ത് കാണിച്ചാണ് ഈ തയ്ച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ ഒന്നും അല്ലല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു ചിന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പോ ഇതിനൊക്കെയാണ് എന്ത് പറയാ, പെർഫെക്ഷൻ എന്ന് പറയാ. അപ്പോ അതിനകത്ത് നമ്മള് എന്താ പറയാ, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നത് വരെ അത്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആകുന്നത് വരെ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം നമ്മൾ നടത്തുന്നു. ഒരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ, അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ എഫേർട്ടും എടുക്കും. ഓക്കെ, ഇത് കുട്ടികളുടെ കേസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറഞ്ഞാല്, കുട്ടികളുടെ പെർഫെക്ഷന്റെ കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു കുട്ടി ആവർത്തിച്ച് ഷൂ ലേസ് കെട്ടുന്നത്, അത് പെർഫെക്ഷൻ ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഷൂ ലേസ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഉണ്ട്, കുട്ടികളെ ഷൂ ലേസ് പഠിപ്പിക്കാനാണ് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികളെ ഇങ്ങനെ നമ്മളിപ്പോ ആ ഒരു ലേസ് ഫ്രെയിം കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഷൂ ലേസ് കെട്ടേണ്ടതെന്ന് മനസ്സിലാവും. ഇനി ആദ്യം ചെയ്തു, രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്തു, കെട്ടിയത് ശരിയാവുന്നില്ല, കുട്ടി എന്ത് ചെയ്യും, അത് പെർഫെക്റ്റ് ആകുന്നവരെന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഒരു കുട്ടി ഷൂ ലേസ് കെട്ടുന്നത് പെർഫെക്ഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികള് ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ എഴുതി പരിശീലിക്കുന്നതും പെർഫെക്ഷൻ ഉദാഹരണമാണ്. അതായത് നല്ല ഭംഗിയില് അക്ഷരങ്ങളൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ വരാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് 2 ലൈൻ 4 ലൈൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ചെയ്യാറുണ്ടോ നിങ്ങൾ? 2 ലൈനിലും 4 ലൈനിലൊക്കെ കുട്ടികളെ എഴുതിപ്പിക്കാറുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് ഹാൻഡ് റൈറ്റിംഗ് നല്ല പെർഫെക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടികളെ കൊണ്ട് നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മള് ആവർത്തിച്ച് എഴുതിക്കുന്നത്. അതുപോലെ തന്നെ പസിൽസ് ഒന്നിലധികം തവണ നിർമ്മിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് പസിൽസ് ഒന്നിലധികം തവണ നമ്മൾ നിർമ്മിക്കുന്നത്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പസിൽസ്. എന്തിനു വേണ്ടിയിട്ടാ? പെർഫെക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടല്ലേ, ആ പസിലിന്റെ ശരിയായ രൂപം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒന്നിലധികം കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം തവണ ചെയ്യിപ്പിക്കുന്നത്, അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ എന്താണ്, നമുക്ക് പെർഫെക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാലും നമുക്കറിയാം എന്താണ്, അതായത് പുതിയവ എന്തെങ്കിലും സങ്കല്പിക്കാനും കണ്ടുപിടിക്കാനും സൃഷ്ടിക്കാനുമുള്ള കഴിവ്. ഒരു പുതിയ കാര്യം കുട്ടി ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കുട്ടി ക്രിയേറ്റ് ചെയ്തു, അതിനെ നമുക്ക് എന്ത് പറയാം, ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. വേറെ ആരും തന്നെ അത് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അത് ഒരു ഐഡിയ ഉപയോഗിച്ച്, അവന്റേതായിട്ടുള്ള ഒരു ഐഡിയ ഉപയോഗിച്ച് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. നമുക്ക് പലതുമായിട്ട് ബന്ധിപ്പിക്കാം, ആർട്ടുമായിട്ട് ബന്ധിപ്പിക്കാം അല്ലെ. അതുപോലെ തന്നെ മ്യൂസിക്, ഇപ്പോ ലിറിക്സ്, പാട്ട് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, വരികൾ എഴുതുന്ന ആളുകളൊക്കെ, അവരൊക്കെ എന്താണ്, പുതിയ പുതിയ വരികളാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ധാരാളം പാട്ടുകൾ കേൾക്കുന്നുണ്ട്. എല്ലാ പാട്ടുകളും ഒരുപോലെയാണോ? എല്ലാ വരികളും ഒരുപോലെയാണോ പാട്ടുകളിലെ? ആണോ അല്ലയോ? അല്ല, വ്യത്യസ്തമാണ് അല്ലെ. അതിന്റെ ട്യൂൺ വ്യത്യസ്തമാണ്, അതിന്റെ ലിറിക്സ് വ്യത്യസ്തമാണ്. അതൊക്കെ എന്താണ്, പുതുതായിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആർട്ടിനെയും മ്യൂസിക്കിനെയും അതുപോലെ സ്റ്റോറീസ്, പുതിയ പുതിയ കഥകൾ ഉണ്ടാകുന്നു. പല പല കഥാകാരന്മാരുണ്ട് അല്ലെ. പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ നോവല്, ചെറുകഥകള്, ഇതൊക്കെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്താണ്, ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആശയങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സ്വയം പ്രകടിപ്പിക്കാനൊക്കെ കുട്ടികളെ കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, കുഞ്ഞുങ്ങളുടെ ബേസിൽ നിന്ന് നോക്കിയാൽ ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, സ്വന്തമായിട്ട് ഡ്രോയിങ്, പെയിന്റിങ്, സ്റ്റോറീസ് ഒക്കെ സൃഷ്ടിക്കുന്നതിന്റെ ഉദാഹരണമാണ്.
ക്രിയേറ്റിവിറ്റിക്ക് ഉദാഹരണമാണ് കേട്ടോ. സ്വന്തമായിട്ട് ഡ്രോയിങ് ചെയ്യുന്നു, അതുപോലെ പെയിന്റിങ് ചെയ്യുന്നു, അതുപോലെ പുതിയ പുതിയ സ്റ്റോറീസ് കുട്ടി കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ എന്താണ്? ക്രിയേറ്റിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻഡിപെൻഡൻസ്. ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്താണ് പറഞ്ഞത്? ഒരാൾ പറഞ്ഞേ. ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യം അല്ലേ? ഓക്കെ, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രേരണയാണിത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. വലുതായി വരുന്നോറും അല്ലെങ്കിൽ ചെറുപ്പത്തില് കുഞ്ഞായിരിക്കുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളർന്നു വരുന്നതോറും എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോ ഇതിനകത്ത് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇൻഡിപെൻഡൻസ് വരുന്നത്. ഇപ്പോ 0 to 6 വയസ്സ് അല്ലെങ്കിൽ എന്താ പറയാ 0 to 6 വയസ്സ് വരെയുള്ള കുട്ടികളില് സ്വന്തമായിട്ട് നടക്കുന്നത്, അതുപോലെ ഫുഡ് കഴിക്കുന്നത്, ഡ്രസ്സ് ഇടാൻ പഠിക്കുന്നതൊക്കെ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ? നോട്ട് ചെയ്യുന്നുണ്ടോ? യെസ് മാം. എക്സാം എന്താ മാം ആ 0 to 6 അതൊന്നുകൂടി പറയാമോ? പറയാം. അതായത് നടക്കുന്നത്, കുട്ടി നടക്കുന്നത്, അത് എന്താ പറയാ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ടാണ്. സ്വന്തമായിട്ട് കുട്ടി നടക്കുന്നു. പിന്നെ തനിയെ ഫുഡ് വാരി കഴിക്കാനായിട്ട് നോക്കുന്നത്, അത് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഡ്രസ് ഇടാൻ ശ്രമിക്കുന്നത്, അതും ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇത് 0 to 6 years വരെയുള്ള കുട്ടികളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള ടെൻഡൻസി. ഓക്കെ, നെക്സ്റ്റ് വൺ 6 തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികൾ.
ആ കുട്ടികളിൽ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് പറയാനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു, ആശയങ്ങൾ കൂടുതലായിട്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും. സ്വയം ചിന്തിക്കാൻ കുട്ടി തുടങ്ങുന്നത് ഏത് സമയത്താണ്? 6 തുടങ്ങി 12 വയസ്സ് വരെയുള്ള സമയത്താണ് കുട്ടികൾ സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ അവരിൽ ധാരാളം ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഏജിലാണ്. ഓക്കെ. പിന്നെ 12 തുടങ്ങി 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു, സമൂഹത്തിന് പലതരത്തിലുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. 12 തുടങ്ങി 18 വയസ്സ് വരെയുള്ള പ്രായമാണ് ഞാൻ പറയുന്നത്. ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു, അതുപോലെ സമൂഹത്തിന് പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് അവർക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി കൂടുന്നത്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവരിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ ഒരു 12 തുടങ്ങി 18 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം? ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഓരോ ടെൻഡൻസി പറയുമ്പോഴും അതിന് കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചുറ്റുപാടുകളെ നോക്കി അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ മനുഷ്യരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ടെൻഡൻസിയുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വൺ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ആ ടേബിളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. Table 1, step 2, cultural adaptation, tendencies of man, the related aspect of culture. അപ്പൊ പലവിധ ടെൻഡൻസികൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ റിലേറ്റ് ചെയ്യുന്ന കൾച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫേസ് 1 ആദ്യം പറയുന്നത് എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദ എൻവയൺമെന്റ്. നമ്മുടെ ചുറ്റുപാടുകളെ കണ്ടെത്താനും അതുപോലെ അതിനെ ക്ലാസിഫൈ ചെയ്യാനുമുള്ള ഒരു കഴിവ്. അത് ഏത് ടെൻഡൻസിയിലാണ് വരുന്നത്? ചുറ്റുപാടുകളെ കണ്ടെത്തുന്നു, ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് അല്ലെ നമ്മള്. ഏതൊക്കെയാണ് വരുന്നത്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡറിലാണ് വരുന്നത്. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ, ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുന്നു. അത് നാച്ചുറൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആസ്പെക്ട് ഓഫ് കൾച്ചറൽ, റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചറൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതായത് നാച്ചുറൽ ഹിസ്റ്ററി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ കാലത്തെ മനുഷ്യർ ആദ്യം തീ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് കൃഷി ചെയ്യാൻ തുടങ്ങി, പലായനം മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതൊക്കെ എന്താണ്? കണ്ടുപിടിക്കലിന്റെയും അതുപോലെ ഓർഡറിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്, എക്സ്പ്ലോറേഷന്റെയും ഓർഡറിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കതിനെ നാച്ചുറൽ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയൺമെന്റ്. നമ്മുടെ എൻവയൺമെന്റിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗ്രിഗാറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയവുമായി ബന്ധപ്പെട്ടതാണ്. എന്തിലൂടെയാണത്? ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയൺമെന്റ്. അതായത് എൻവയൺമെന്റിനെ മനസ്സിലാക്കുന്നു. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? അബ്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ചുറ്റുപാടുകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ അത് റിലേറ്റ് ചെയ്യാവുന്നത് പ്യുവർ സയൻസുമായിട്ടാണ്. നമ്മുടെ ശാസ്ത്രമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഓരോ കാര്യങ്ങളും ചുറ്റുപാടുകളും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അത് രണ്ടും ഒരേപോലെ വരുന്ന പോയിന്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ പോയിന്റ് എൻവയൺമെന്റ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, പ്യുവർ സയൻസ്. ഓക്കെ. Then phase 2 എന്താണ് പറയുന്നത്? Modifying the environment in accordance with our understanding of it to ensure survival and continuity. അതായത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മൾ എൻവയൺമെന്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, റിപ്പിറ്റേഷൻ നടത്തുന്നു, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ. ഇതൊക്കെ എന്താണ്? സർവൈവലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. ഇതൊക്കെ ടെക്നോളജിയുമായിട്ടാണ് റിലേറ്റഡ് ആകുന്നത്. ഓക്കെ. നെക്സ്റ്റ് പെർഫെക്ഷൻ ഇൻ അവർ എൻവയൺമെന്റൽ മോഡിഫിക്കേഷൻ. അതായത് നമ്മുടെ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പെർഫെക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അത് ആർട്ടുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് ടെൻഡൻസി വരുന്നത്. ആർട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിലാവും. പെർഫെക്ഷൻ ഇൻ അവർ എൻവയൺമെന്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പെർഫെക്ഷനും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടാണ് ഇതിനകത്ത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്.
Then last one, assessing the progress of our adaptation. അതായത് നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ പല ഇവാലുവേഷൻസും അതുപോലെ നമ്മുടെ പുരോഗതിയും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരുന്നതാണ്? ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പുരോഗതി ഉണ്ടാവാനായിട്ട് സാധിക്കുക. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് കാലം തുടങ്ങി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തിയുള്ളവരാണ്. അപ്പൊ ഹിസ്റ്ററിയുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നോക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആയി, തീർന്നു എന്ന് പറയാം. എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലായോ? യെസ് മാം. മനസ്സിലായി അല്ലെ? അപ്പൊ ലെക്ചർ നോട്ട് എഴുതിയെടുത്തത് അത് തന്നെ പഠിക്കാനായിട്ട് നോക്കട്ടെ. നമുക്ക് ഈ ഒരു PDF നോക്കിയാലൊന്നും മനസ്സിലാവില്ല. അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ആ ടേബിൾ ഒന്ന് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾ ഒന്ന് നോക്കി വെക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ട് നമുക്കുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത്? ഒരു ചാപ്റ്റർ അത് എടുക്കാനുള്ളത് തോന്നുന്നു അല്ലേ? 2 ചാപ്റ്റർ ഉണ്ട് അല്ല, 10ാമത്തെ യൂണിറ്റ് 10th മോണ്ടിസോറി ടേംസ് ആണോ? ടീച്ചർ ആ ടേബിൾ ഒന്ന് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുമോ കംപ്ലീറ്റ് ആയിട്ട്? മോണ്ടിസോറി ടേംസ് ആണോ 10ാമത്തെ ചാപ്റ്റർ? യെസ് മാം. ഓക്കെ, അതും കൂടി എടുക്കാനുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഇനി ആരാണ് മോണ്ടിസോറി ടേംസ് എടുക്കുന്നത് എനിക്ക് അറിയില്ല. എന്റെ ചാപ്റ്റർ ഒക്കെ തീർന്നു. നോക്കട്ടെ, ഇനി അടുത്ത ക്ലാസ്സിൽ വരാൻ പറ്റുമെന്ന് നോക്കാം എന്തെങ്കിലും ആയിട്ട്. അപ്പൊ അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക കേട്ടോ. അതേ പറയാനുള്ളൂ. എന്താ പറയാ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ MCQ അടുത്ത തന്നെ ഇടോ? എന്താണ് ഈ ചാപ്റ്ററിന്റെ MCQ അല്ലേ? MCQ ഇട്ടേക്കാം കേട്ടോ. നാളെ കൊടുത്തോളാം ഞാൻ. ഓക്കെ, നാളെ നോക്കിയാൽ മതി കേട്ടോ നിങ്ങള്. ഈ പാർട്ട് 3 ഇത് മൊത്തത്തിൽ കൺഫ്യൂഷനും ഒരു അറിയാൻ പാടില്ലായ്മ, ഒന്നും മനസ്സിലാവണില്ല. ഈ പാർട്ട് 3 ഒന്നും കിട്ടുന്നില്ല. നോട്ടൊക്കെ എഴുതിയെടുക്കുന്നില്ല നിങ്ങൾ പറയുമ്പോൾ? ചില മിസ്സുമാര് പറയുന്ന കാര്യങ്ങളൊക്കെ അത് വെച്ച് റിലേറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഒരു ചാപ്റ്ററിൽ എടുക്കുന്നത് തന്നെയായിരിക്കും മിസ്. 2ാമത്തെ ചാപ്റ്ററിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോ ആകെ കൺഫ്യൂഷനാണ്. അല്ലേ? റിലേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ അങ്ങനെ തന്നെ PDF വരില്ല. സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. എളുപ്പമായിരിക്കും, കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളല്ലേ, നന്നായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. മോഡൽ എക്സാം എപ്പോഴായിരിക്കും? അതിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല നമ്മളോട്. ഇത് തീർന്നു കഴിഞ്ഞാലാണ് ഡേറ്റ് പറയാ എപ്പോഴാണ്. എന്നിട്ട് അത് നിങ്ങൾ അറിയിച്ചോളൂ എപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോ 14 ടെൻഡൻസീസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കി വെക്കുക. ഇത് ജസ്റ്റ് ഇതൊന്ന് വായിക്കുക. ഇതിലൊന്നും അധികം ഉണ്ടാവണം എന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ഉണ്ടാവുക. 14 ടെൻഡൻസീസ്. ഈ 14 ടെൻഡൻസീസും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അതായത് മോണ്ടിസോറി 14 ടെൻഡൻസീസ്, മരിയ മോണ്ടിസോറി 14 ടെൻഡൻസീസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ പീസ്, ഹാർമണി, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ 14 ടെൻഡൻസീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. അത് കുട്ടികളിലൂടെയാണ് അവർ പരീക്ഷണം നടത്തിയത്. ഈ ടെൻഡൻസീസിന്റെ പ്രവണതകളൊക്കെ കണ്ടുപിടിച്ചത്. ഈ 14 ടെൻഡൻസീസും എന്താണ് ഒരു വ്യത്യാസം, അതായത് നമ്മ പല നാടുകളിൽ ജീവിക്കുന്നവരാണ്, പല രാജ്യങ്ങളിൽ പല കോണ്ടിനെന്റ്സിൽ ജീവിക്കുന്നവരാണ്, പല ഭാഷ ഉപയോഗിക്കുന്നവരാണ്, പല വംശത്തിൽപ്പെട്ടതാണ്, പല കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എല്ലാ മനുഷ്യനും പൊതുവായിട്ടുള്ള 14 ടെൻഡൻസികളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവരുടെ മകനുണ്ട്, മരിയോ മോണ്ടിസോറി എന്നാണ് അവരുടെ മകന്റെ പേര്.
അദ്ദേഹം ഒരു 9 ടെൻഡൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെ പറഞ്ഞു കുളമാക്കുന്നില്ല. അത് പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആകും. അപ്പൊ അത് വേണ്ടല്ലോ. 9 ഇത് നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇത് പഠിക്കാനുണ്ടെങ്കിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് ഒരു 9 ടെൻഡൻസീസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതായത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാത്ത രൂപത്തിലാണ്. ഇവര് പറയുന്ന ടെൻഡൻസി നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രൂപത്തിലുള്ളതാണ്. മരിയ മോണ്ടിസോറി കേട്ടോ. അതൊന്ന് ഓർത്ത് പഠിക്കാനുള്ളതാണോ മിസ്? എന്താണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളതാണോ അത്? നമുക്ക് എക്സാമിന് വരുമോ? ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇല്ലില്ല, എക്സാമിന് വരില്ല. ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് അവരുടെ മകൻ ഈ ഒരു ടെൻഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, 9 എണ്ണത്തിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, അത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. എക്സാമിനൊന്നും വലിയ പേടിക്കണ്ട. മരിയ മോണ്ടിസോറിയുടെ മോനല്ലേ? അതെ 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 അതെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി തോന്നുന്നു. അത് നോക്കണ്ട. നിങ്ങൾ 14 അത് പറഞ്ഞോണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല നിങ്ങൾ. അതായത് ഞാനിപ്പോ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഇപ്പൊ മിക്സ് ആവും എല്ലാരും കൂടി. അതും ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് അത് പറയാത്തത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നന്നായിട്ടൊക്കെ വായിക്കുക, എക്സാം എഴുതുക. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.